ഈ CJ റോയിന്റെ ആൾക്കാരും ഇയാളും കൂടെ ചേർന്നിട്ട് കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പൊ റോയ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. അപ്പം ഇന്നും ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. കുറെ ആൾക്കാർ ഇപ്പൊ ബാംഗ്ലൂരിലുള്ള 2-3 ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്കയാണ്, കറക്റ്റ് ആണെന്നുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് വന്നിട്ട് ഇപ്പൊ പല ചാനലിലും ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇന്നലെ ആയിരുന്നു ഫാമിലിയുടെ പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നടന്നില്ല. നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഡയറി കുറിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവൻ വെടിയാൻ പോകുന്നുള്ള അർത്ഥം വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ ഫാമിലിയുടെ എന്താ പറയാ, വീട്ടുകാർക്ക് പ്രസ് മീറ്റിൽ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൈവിട്ട് പോവുകയും ചെയ്തു. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ED ഉദ്യോഗസ്ഥന്മാരുടെയും IT ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നെഞ്ചത്തൊട്ടങ്ങ് എല്ലാം കൊണ്ട് വെച്ച് കളയാന്നുള്ള രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്നത്. ആരുടെ? റോയുടെ ഫാമിലിയുടെ. പിന്നെ കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കർണാടക കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത്, അതായത് 2014 സമയത്ത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് നല്ല രീതിയിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആര്? ഈ റോയ് നല്ല രീതിയിൽ പൈസ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ IAS ഉദ്യോഗസ്ഥന്റെ മരണത്തിന്റെ ആ കൂട്ടത്തിൽ ഞാൻ ഇന്നലത്തെ വീഡിയോക്കകത്ത് ഇവരുടെ ഫോട്ടോസ് സഹിതം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കെല്ലാം പങ്കുണ്ടായിരുന്നു. കുറെ ആൾക്കാരെ കമന്റ് ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കർണാടകയിലെ ഒരു സ്റ്റോറി, കേരളത്തിലെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞത്. കർണാടകയിലെ രവി എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും ഇവർ കാരണം അനുഭവിച്ച കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ നമ്പൂതിരിയുടെ കേസ് കേട്ട് ഇതാണ് ഞാൻ ചർച്ച ചെയ്തത്. ഇപ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന നമ്പൂതിരിയുടെ കേസ് കേട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇവർ അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം നമ്മൾ ബാംഗ്ലൂരിലുള്ള ഒരു ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്ത്, പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കൊരു മിസ്റ്റേക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഈ പറയുന്ന നമ്പൂതിരിയുടെ മരണം ഞാൻ അറിഞ്ഞത് മരിച്ചു എന്നുള്ള രീതിയിലാണ്. പക്ഷെ പുള്ളി മരണപ്പെട്ടിട്ടില്ല. പിന്നെ ആ ഒരു സമയത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും ഞാൻ ഇന്നലെ വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വെക്കേണ്ട ചില കാര്യങ്ങൾ വെച്ചാൽ മറുനാടൻ്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ വെക്കാറുണ്ട്. അത് മാത്രമല്ല പിന്നെ വേറൊരു വോയിസും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്നു സബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് കൊടുത്തേക്കുക. പിന്നെ ഹൈപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുത്തു. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് കൂടെ ചെയ്തു. ഓക്കെ. ആരെയും അനാവശ്യമായി ഉപദ്രവിക്കാതെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന മാധ്യമമാണ് മനോരമ. മറ്റു മാധ്യമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി വ്യക്തവും ശക്തവുമായ റിപ്പോർട്ടുകളാണ് കൊടുക്കുന്നത്. റോയിയുടെ മരണത്തിന്റെ പിന്നിൽ ദുരൂഹമായ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ റോയിയുടെ സാമ്പത്തിക പ്രതിസന്ധി പോലും ഒരു മൂല കാരണമാണ് എന്ന് മനോരമ പറയുന്നു. റോയി സീറോ ഡെപ്റ്റ് കച്ചവടക്കാരൻ എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ നിന്നും 1 രൂപ പോലും ലോൺ എടുക്കാതെ കച്ചവടം ചെയ്യുന്നയാൾ, ആർക്കും ഒരു കടബാധ്യതയുമില്ലാത്തയാൾ. ഇതാണ് റോയിയെ കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. റോയിക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. കടബാധ്യതകൾ ഇല്ലാതെ റോയി കച്ചവടം നടത്തിയത് ബാങ്കുമായി കടബാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ബാങ്കുമായി കടബാധ്യത ഇല്ലാത്തതിന്റെ പിന്നിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മനോരമ അത് നല്ല രീതിയിൽ റോയ്ക്ക് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കള്ളപ്പണത്തിന്റെ ഒരുപാട്, അത് റോയിടയ്ക്ക് മാത്രമല്ല കർണാടക പൊളിറ്റിക്സിലുള്ള കുറെ നേതാക്കന്മാരും ഇതിന്റെ പിന്നിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല. കാരണം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വലിയ വലിയ ചാനലിലൊക്കെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യൂട്യൂബേഴ്സ് പറഞ്ഞതും അത് പറഞ്ഞതും ഇത് പറഞ്ഞതും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഈ യൂട്യൂബേഴ്സിന്ന് പുച്ഛിക്കുന്ന ചില ചാനലുള്ള അവരുണ്ട്. ചില ചാനലുകാരുടെ കാര്യമായിട്ടോ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ വെച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നമുക്ക് പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള കാര്യം ഉള്ള പോലെ അറിയിച്ചാൽ അത് പക്കയായിട്ട് നിങ്ങളോട് തുറന്നു പറയും. എന്തിനു പേടിക്കണം? എന്തിനു പേടിക്കേണ്ട ആവശ്യമുണ്ട്? ജനങ്ങൾ അറിയേണ്ട കാര്യമല്ലേ. എല്ലാവരും വന്നിട്ട് വിമർശിക്കുന്നുണ്ട്, വന്നിട്ട് കുറ്റങ്ങളൊക്കെ ഒരുപാട് പറയാറുണ്ട്. നമ്മൾ അത് ഒരുപാട് കമന്റ്സ് ഞാൻ വായിക്കാറുണ്ട്. കുറ്റങ്ങളോടെ കുറ്റങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ ഓക്കെ ഇവൻ പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഒന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. അങ്ങനെ ആരും ഒന്നും ചെയ്യത്തില്ല. നമ്മളെ കുറ്റപ്പെടുത്താൻ കൂടുതൽ ആൾക്കാരാണ്. കൂടുതൽ ഇപ്പൊ ഈ അച്ചായൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഈ നന്മപരം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ വെച്ച് കൊടുത്ത് ഇപ്പൊ അച്ചായൻസ് ഗോൾഡ് കോട്ടയം എന്നൊക്കെ പറയുന്നത്, അദ്ദേഹത്തിനെ കുറിച്ച് ഓരോരുത്തരും വർണ്ണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പൊ എന്റെ മൊത്തം തെറിവിളിയാണ്. നമുക്ക് അദ്ദേഹത്തിന് വേറെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോഴും പുറത്തു വിടുന്നത്. ചിലപ്പോൾ ഇന്ന് ചിലപ്പം ഏതെങ്കിലും ഇൻസ്റ്റയിലോ വല്ലത് വരാൻ ചാൻസ് കാണും അദ്ദേഹത്തിന്റെ തനി സ്വഭാവം എന്താണെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറയാൻ വന്ന കാര്യങ്ങൾ. ഇവിടെ ചാനലിൽ വരാത്ത കാര്യങ്ങൾ പല സത്യങ്ങളും നമ്മൾ പക്കയായിട്ട് തുറന്നു പറയുന്ന ആൾക്കാരാണ്.
എന്നിട്ട് എല്ലാവർക്കും കമൻറ്റ് ചെയ്യലും പുച്ഛം മാത്രമേ ഉള്ളൂ. നാണവും മാനവും ഇന്നും ഇല്ലടേ നിനക്കൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ പറഞ്ഞു നിനക്കൊക്കെ വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലവർ വന്നിട്ട് മനഃപൂർവ്വം ചൊറിയാൻ നിൽക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അവരിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തുറന്നു പറയും. ഓക്കെ, ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. ചില ആൾക്കാർ മനഃപൂർവ്വം വന്നിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞാൽ നമുക്ക് ഇനി ബാക്കി കൂടെ നോക്കാം. ഏറ്റവും ഒടുവിൽ കൊടുത്ത റിപ്പോർട്ട് കേൾക്കുക. ഞാൻ ഈ വാർത്ത ചെയ്യുമ്പോഴും മനോരമയുടെ ഓൺലൈൻ എഡിഷനിലെ മെയിൻ സ്റ്റോറിയാണത്. തലക്കെട്ട് ഇങ്ങനെയാണ്: ഭയന്ന് നിക്ഷേപകർ പിന്മാറി, റോയ് സമ്മർദ്ദത്തിലായി, പണം നൽകിയത് രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ളവർ. ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബറുടെ തിയറി അല്ല, മലയാള മനോരമയുടെ തിയറിയാണ്. മറുനാടൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏതോ ഒരു യൂട്യൂബറുടെ തിയറി അല്ല, മനോരമയുടെ. മനോരമ എല്ലാം നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. എന്നാലും അവർക്ക് മിസ്റ്റേക്ക് പറ്റാറുണ്ട്. പുള്ളിക്കാരൻ യൂട്യൂബർ അല്ലേ ഈ പറയുന്ന മറുനാടനും. ഇനി പുള്ളി ഏത് അർത്ഥത്തിലാണ് ഉദ്ദേശിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ചില ആൾക്കാർ ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ നല്ല രീതിയിൽ പുച്ഛിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചുമ്മാ വന്നിട്ട് ഒരു ക്ലിപ്പ് എടുത്ത് ഇവിടെ വെച്ച് പറയാമെന്ന്. ഞങ്ങൾ വീഡിയോയിൽ പറയാത്ത ചില കാര്യങ്ങൾ തംബ്ലൈനിൽ കൊടുക്കാറുണ്ട്. ചിലവർ പറയുന്നത് തംബ്ലൈൻ വീഡിയോ ആയിട്ട് ഒരു വ്യത്യാസവും ഇല്ലല്ലോ എന്ന്. വീഡിയോ പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ തംബ്ലൈൻ എഴുതി വെക്കും. ചിലപ്പം ബന്ധവേ കാണത്തില്ലായിരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും വിളിച്ച് പറയാൻ പറ്റത്തില്ല. പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യും. നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മളെ തൂക്കിയെടുത്തോണ്ട് പോകും പല കാര്യങ്ങളും. ഓക്കെ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് എല്ലാവർക്കും അത് മനസ്സിലായി കാണും. ഇവിടെ ന്യൂസുകാർ വളച്ചൊടിക്കുകയായിരുന്നു. അന്ന് രാഹുൽ ഈശ്വർ വന്നിട്ടാണ് പറഞ്ഞത് ഈ പെണ്ണുങ്ങൾ, ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾക്കെല്ലാം കല്യാണം കഴിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ ഈശ്വർ വന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. പക്ഷെ ഒരു ന്യൂസിലും അത് ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അതിലോട്ടൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല, ബാക്കി വെക്കാം. ബംഗളൂരു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയി 6 മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി. കടബാധ്യതയില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയി കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം. പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാവാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയെന്നാണ് സംശയിക്കുന്നത്. ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയ് എഴുതിയ കുറിപ്പും ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട്. 30-ന് നടന്ന പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദമാണെന്ന് പറയാറായിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പറഞ്ഞു. ഈ വാർത്തയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വരി, ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ആഭ്യന്തരമന്ത്രിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അവർക്ക് പോലും ബോധ്യപ്പെട്ടു ഈ അന്വേഷണം ചെന്നെത്തുന്നത് ആദായ നികുതി വകുപ്പിന് നേരെയല്ല, നേരെ മറിച്ച് CJ റോയി എന്ന് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ബിംബമാക്കി വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ കപടതയിലേക്കാണ് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് മനോരമയുടെ റിപ്പോർട്ടിൽ പറയുന്നു, റോയിയുടെ നിക്ഷേപകരിൽ പലരും രാഷ്ട്രീയ രംഗത്തെയും സിനിമാ രംഗത്തെയും പ്രമുഖരായിരുന്നുവെന്ന്. ആ പ്രമുഖർ പലരും റോയിയോട് പണം ചോദിച്ചു. എന്തു സാഹചര്യത്തിൽ? കഴിഞ്ഞ 5-6 മാസമായി റോയി കേന്ദ്ര എക്കണോമിക് ഇന്റലിജൻസ് വിങ്ങിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. റോയി മാത്രമല്ല, ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 6 റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾ, അവർ എല്ലാവരും തന്നെ കേന്ദ്ര എക്കണോമിക് ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ്. പുതിയ പുതിയ പദ്ധതികൾ അനൗൺസ് ചെയ്യുന്നു, വലിയ തോതിൽ വിറ്റുപോകുന്നതായി കാണിക്കുന്നു. എന്നാൽ ഇവരുടെയൊന്നും സാമ്പത്തികാവസ്ഥ സുസ്ഥിരമല്ല. പണ്ടേ ഈ ഐഡിയ സ്റ്റാർ സിംഗർ വന്ന സമയത്ത് ഇയാളാണെന്ന് 1 കോടി രൂപ ഇത് വില്ല കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം ആ വില്ല കിട്ടിയത് നജീബനായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗറിലെ സന്നിധാനമൊക്കെ ഉള്ള ഒരു സീസണാണ്. ഞാൻ പണ്ടിരുന്ന് കാണുമായിരുന്നു. ഓക്കെ, അത് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ സീസൺ എങ്ങാണ്ടായപ്പോഴാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരാൾ വിന്നറായി. അയാൾക്ക് ഈ പറയുന്ന ഫ്ലാറ്റ് കിട്ടാൻ എത്ര വർഷം പിടിച്ചെന്നറിയാം. ഇനി കിട്ടിയോന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇത്ര 2-3 വർഷം എടുത്ത് ആ ഫ്ലാറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു.
അതിപ്പം എന്താ പറയുക, ഇതൊക്കെ 10 ആൾക്കാർ അറിഞ്ഞുള്ള ഇപ്പൊ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമുക്ക് ഇത് അറിയാൻ കഴിഞ്ഞത്. അതും അന്നൊക്കെ ഈ പറയുന്ന അറിയാലോ, ന്യൂസിൽ എന്തെങ്കിലും വന്ന് ഏതെങ്കിലും ഒരു പേപ്പറിൽ വന്നു. ഇപ്പോഴാണെങ്കിൽ അറിയാലോ, എന്തുവാണെങ്കിലും സോഷ്യൽ മീഡിയ പക്ക ആക്റ്റീവാണ്. അന്ന് 2009 2010 സമയമാണ്. അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങൾ ഈ റോയെ കുറിച്ച് ഉണ്ടായിരുന്നു. പിന്നെ അറിയാലോ, ഇപ്പം ന്യൂസിൽ ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ ന്യൂസുകാർക്കും ഓക്കെ ഇത്ര രൂപ തരാം, നിങ്ങൾ ഇങ്ങനെ പറയുന്ന പറഞ്ഞാൽ അവർ അതുപോലെ പറയത്തുള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയത് റോയിയുടെ സീറോ ഡെറ്റ് എന്ന പ്രഖ്യാപനമാണ്. റോയ് ഇതിന്റെ അഭിമുഖങ്ങളിലെല്ലാം അടിവരയിട്ട് പറഞ്ഞത് തന്റേതൊരു സീറോ ഡെറ്റ് ബിസിനസ് സംരംഭമാണെന്നാണ്. അത് ആർക്കും പിടികിട്ടിയില്ല. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം? പലരും പറയുന്നത് 9,000 കോടിയുടെ ബിസിനസ് സാമ്രാജ്യം എന്നാണ്. ഈ 9,000 കോടിയുടെ ബിസിനസ് സാമ്രാജ്യം 1 രൂപ പോലും കടമെടുക്കാതെ ചെയ്യുന്നത് എങ്ങനെ? സ്വാഭാവികമായ ചോദ്യം. ഈ സംശയം ആദായ നികുതി വകുപ്പിനുണ്ടായി. അവർക്ക് പരിശോധിക്കാൻ അവകാശമുണ്ട്. നമുക്കൊക്കെ കേൾക്കുന്ന തള്ള് വിശ്വസിക്കാൻ അവകാശമുള്ളൂ. അവർ പരിശോധിച്ചു. പരിശോധനകൾ മുമ്പോട്ട് പോയി. ആ പരിശോധനകൾ ഇടയിൽ UAE സർക്കാരിന്റെ പുതിയ മണി ലോണ്ടറിംഗ് നിയമം കൂടി സഹായകരമായി. UAEയും ഇന്ത്യയും തമ്മിൽ ധാരണയുണ്ട്. പരസ്പരം കണക്കുകൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. UAEയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ ഇന്ത്യയുടെ തലയിൽ വെച്ചും ഇന്ത്യയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ UAEയുടെ തലയിൽ വെച്ചുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുരൂഹതയുണ്ടെന്ന് വ്യക്തമാകുന്നു. വാസ്തവത്തിൽ ഈ സീറോ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെയും സിനിമക്കാരുടെയും കള്ളപ്പണ നിക്ഷേപമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. മനോരമയോട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. മനോരമ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതാണ് അല്ലാതെ പുള്ളി പറയുന്നുണ്ടല്ലോ. ഈ റോയ് മരിച്ചതിന്റെ പിറ്റേ ദിവസം ഞാൻ ഇത് അറിഞ്ഞൊരു സംഭവമാണ്. ഈ കള്ളപ്പണത്തിന്റെ കാര്യങ്ങളും ആ കള്ളപ്പണങ്ങൾ ഏത് രീതിയിലാണ് ഇങ്ങോട്ട് വരുന്നത്, പല രീതിയിൽ വരുത്താൻ പറ്റും. പല രീതിയിലാണ്. ചിലപ്പോൾ ഒരു കാർ അയക്കാൻ പറ്റില്ലെങ്കിൽ അത് പാർട്സ് ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അതൊരു കള്ളപ്പണം. അതിപ്പോൾ കാണുന്നവർക്ക് അത് മനസ്സിലായിക്കണം ഏത് രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചു എന്നുള്ള രീതിയിലാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചൊന്നും സംസാരിക്കാനൊന്നുമില്ല. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആ ഒരു പോർഷനിലോട്ട് കൂടുതൽ വരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും സിനിമക്കാർക്കും ഒക്കെ കള്ളപ്പണം ധാരാളമുണ്ട്. അതെങ്ങനെയാണ് എന്ന് നോക്കുക. ഒരു സിനിമയിൽ മോഹൻലാലിന്റെ പ്രതിഫലം 25 കോടിയും മമ്മൂട്ടിയുടേത് 15 കോടിയുമാണെന്ന് പറയപ്പെടുന്നു. ഇതാണ് ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത്, വാർത്തകൾ വരുന്നത്. മമ്മൂട്ടിയും മോഹൻലാലോ പറഞ്ഞിട്ടില്ല. ഓരോ സിനിമയ്ക്കും 25 കോടി അല്ലെങ്കിൽ 10 കോടി 15 കോടി അവർ കൃത്യമായി ബാങ്ക് വഴി കൈപ്പറ്റി നികുതി അടയ്ക്കുന്നുണ്ടോ? ഇല്ല. ഇവരിങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്ന സ്വത്തിന്റെ എല്ലാം നികുതി അടയ്ക്കുന്നുണ്ടോ? ഇല്ല. ഇവരുടെ ആരുടെയും നികുതി കണക്ക് നമുക്കറിയില്ല, സ്വകാര്യമാണ്. ഇവരൊക്കെ കണക്കിൽ കുറച്ചു പ്രതിഫലമാണ് വാങ്ങുന്നത്. എന്തിനേറെ ഒരു ഭൂമി ഇടപാട് നടക്കണമെങ്കിൽ പോലും രജിസ്ട്രേഷന്റെ വില മുഴുവൻ നമ്മൾ പോലും കൊടുക്കുന്നില്ല. അതാണ് നാട്ടിലെ അവസ്ഥ. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഇത്തരം സിനിമക്കാർ, വലിയ പ്രതിഫലം കൈപ്പറ്റുന്നവർ, അവർ കുറച്ചു പണം കള്ളപ്പണമായി വാങ്ങുന്നു. അതുപോലെ രാഷ്ട്രീയക്കാർ, അവർക്കിവിടെ അഴിമതി നടത്തുന്ന പണം ഉപയോഗിക്കാൻ പ്രയാസമാണ്. അവർക്കത് കുഴൽ ചാനലിലൂടെ ദുബായിലും മറ്റും എത്തിച്ച് വെളുപ്പിച്ചെടുക്കണം. ഇതൊരു വശത്തുള്ളവർ. മറുവശത്ത് മനുഷ്യന്റെ എല്ലാം കയ്യിൽ പണമുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്താൽ അവന് 50 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റിയായി കിട്ടും. ശിഷ്ടകാലം ജീവിക്കാൻ പെൻഷൻ ഉണ്ട്. അപ്പോഴേക്കും അവന്റെ മക്കൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞിരിക്കും. അവന്റെ ഗ്രാറ്റുവിറ്റി മിച്ചമാണ്. ഈ ഗ്രാറ്റുവിറ്റിയും PF എല്ലാം കൂടിയാണ് കിട്ടും, മിച്ചമാണ്. അതൊരു വശം. ഇനി മറ്റൊരു വശം, എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവർ, അവർക്ക് മിച്ചം വെച്ച് കുറെ ലാഭം ഉണ്ടാവും. വിദേശത്ത് പോകുന്നു, ഇവർക്കെല്ലാം പണമുണ്ട്. ഇങ്ങനെ ഈ പണമുള്ള കുറെ ആളുകളെ വട്ടം പിടിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ബ്ലേഡ് കമ്പനികളും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും NBFCകളും ഒക്കെ നിൽക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ പണമുണ്ടെങ്കിൽ ഈ കേവലം 50-60 ലക്ഷത്തിന് അപ്പുറത്തേക്ക് അഴിമതിയിലൂടെയും കള്ളപ്പണ ഇടപാടിലൂടെയും കൈക്കൂലിയുടെയും ഒക്കെ കോടികൾ കയ്യിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതമായി നിക്ഷേപം വേണം. മറുനാടന്റെ വീഡിയോ ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 3 വർഷം മുമ്പ് ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂറിന്റെ ഒക്കെ വീട്ടിലെ റെയ്ഡ് വന്ന ഓർമ്മയുണ്ടോ? ഇതെല്ലാം ഇദ്ദേഹത്തിനെ ഉദ്ദേശിച്ചായിരുന്നു. മീൻസ് ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്തു പോയപ്പോഴാണ് ഇവറ്റയുടെ എല്ലാവരുടെയും വീട്ടിൽ വന്നത്. ഈ നടന്മാരുടെയൊക്കെ വീട്ടിലാണ്. പൃഥ്വിരാജ് ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റീഫൻ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ. അങ്ങനെ കുറച്ച് ആൾക്കാരെടുത്ത് റെയ്ഡും കാര്യങ്ങളും വരാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇവര് ഒരു 3-4 വർഷം കൊണ്ട് ഈ പറയുന്ന CJ റോയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവരുമായിട്ടുള്ള ഇടപാട് ചെയ്ത എല്ലാവരുടെ അടുത്തും അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്ര ഗൗരവമുള്ള കുറച്ച് വിഷയങ്ങളായിരുന്നു. പിന്നെ അവർ കറക്റ്റ് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആന്റണിയും കാര്യങ്ങളൊക്കെ സേവ് ആയിരുന്നു. പക്ഷേ അവർ റോയിയെ അവർ വെറുതെ വിട്ടിട്ടില്ലായിരുന്നു. റോയെ ഫോളോ ചെയ്ത് ഇപ്പോൾ കണ്ടില്ലേ, അവർ കറക്റ്റ് ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അണ്ണനെ പിടിവിട്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത്. ഓക്കെ, ഇനി അടുത്ത എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും. ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ.